നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയല്ല, മറിച്ച് അതൊരു ജീവിത ശൈലിയാണ്. ഇവിടെ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു ചോദ്യത്തിന് ഒത്തിരിയേറെ പ്രശസ്തിയുണ്ട്. ക്രിസ്തുവിനെ അന്വേഷിച്ച് ഇറങ്ങുന്ന ശിഷ്യന്മാരോട് പുറകിലേക്ക് തിരിഞ്ഞ് ക്രിസ്തു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന്. അവർ പറയുന്നത്, നീ എവിടെ വസിക്കുന്നുവെന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ജീസസ് യൂത്ത് ആകുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയിട്ട് അവൻ എവിടെയാണ് വസിക്കുന്നതെന്ന് അറിയുവാനും അതോടൊപ്പം തന്നെ അവനോടുകൂടിയായിരുന്ന് അവനെ അനുധാപനം ചെയ്യുവാനായിട്ടുള്ള വലിയൊരു വിളിയാണ് ഒരു ജീസസ് യൂത്തിലേക്കുള്ള വിളി. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആനിമേറ്റർ ആയിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ആലപ്പുഴ സോണിലുള്ള യുവാക്കളോടുകൂടി ആയിരുന്നുകൊണ്ട് യുവാവായ യേശുവിനെ ജീവിതത്തിൽ കൂടുതൽ അനുഗമിക്കുവാനും ആ യേശുവിൻ്റെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആലപ്പുഴ സോണിലെ യുവക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആലപ്പുഴ സോണിലെ യുവാക്കൾ ഇതിനുവേണ്ടി ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. അവർ തന്നെ വലിയൊരു പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയും അതോടൊപ്പം തന്നെ ഈ ക്രിസ്തുവിൻ്റെ വലിയ ജീവിത മാതൃക തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അവർ ശ്രമിക്കുന്നു. അവർ കടന്നുപോയ ട്രെയിനിങ്ങിലൂടെ തീർച്ചയായിട്ടും ഒരു ജീസസ് യൂത്ത് ആധ്യാത്മിക ജീവിതത്തിൽ സാമൂഹികമായ തലത്തിൽ എപ്രകാരമായിരിക്കണമെന്നുള്ള വലിയൊരു ഫോർമേഷനും വലിയൊരു ജ്ഞാനവുമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ആലപ്പുഴയുടെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇടവകളിലൂടെയും സ്കൂളുകളിലൂടെയും കോളേജുകളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ട് യുവാക്കളെ ഈശോയിലേക്ക് ആനയിക്കുവാനായിട്ട് ഇവർ ജീവിതം സമർപ്പിക്കുന്നത് തീർച്ചയായും വലിയൊരു കാര്യമാണ്. ഇതിനുവേണ്ടി ഒത്തിരിയേറെ ത്യാഗം സഹിച്ചുകൊണ്ടും ക്രിസ്തുവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ആലപ്പുഴ സോണിലെ ജീസസ് യൂത്തുകളായ എല്ലാ യുവാക്കളെയും ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ എന്നും അവരിലൂടെ ഒത്തിരിയേറെ യുവാക്കൾ ഈശോയെ തിരിച്ചറിയുവാനും ഈശോയുടെ പാത പിൻചൊല്ലുവാനും സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു.